ഈ ചെറിയ പാത്രത്തിൽ ഇത് കൊള്ളുമോ? അത് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. കൊള്ളുമോ? പുതിയൊരെണ്ണം മേടിച്ചാലോ? പോവാ. എവിടെ? ലുലു മോളിലെ? ലുലുലുണ്ടോ? ലുലുലില്ലെന്ന് തോന്നുന്നു. നമുക്ക് പ്രസ്റ്റീജിന്റെ അവിടെ പോയാലോ? എവിടെയെങ്കിലൊക്കെ പോവാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പുതിയത് മേടിച്ചിട്ട് വരാം, എന്നിട്ട് മീൻ കറി വെക്കാം. ഇതിലത് തികയത്തില്ല, വലുത് മേടിക്കാം. ഇല്ലയോ? ഇവിടെ നിന്നാണ് അടുത്ത് വാങ്ങിക്കാൻ പോണേ. അവസാനം റെസ്റ്റോറൻറ്റ് മേടിച്ച് എത്ര നാളോടെ ഞാൻ നോക്കി വെച്ചോണ്ടിരുന്നായിരുന്നു. ചേട്ടാ ഇത് ചൂടങ്ങോട്ടാവുന്നില്ലല്ലോ. ചൂടുണ്ട് കേട്ടോ. എന്താ ആദ്യം പറയുന്നേ? എനിക്ക് പിന്നെ വേറെ ഡ്രസ് ഇടാം. ആദ്യം എങ്ങനെ ലുലു മാളിൽ പോയി, അവിടെ ചെന്നപ്പോ ഈ സാധനം കിട്ടിയില്ല. ടൂറിസ്റ്റ് അവിടെ തീർന്നായിരുന്നു. വേറെ പക്ഷെ കുറെ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ എനിക്ക് ഈ വണ്ടർ ഷെഫിന്റെ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. വണ്ടർ ഷെഫിന്റെ ഒരു സെറാമിക്കിൻ്റെത്. പക്ഷെ ആ സെയിം കളറ്, സെയിം അല്ല സിമിലർ കളർ എൻ്റെ ഇരിക്കുന്ന കാരണം അത് മേടിക്കാനൊരു മടി. എനിക്ക് എന്തായാലും ഒരു സെറാമിക്ക് മേടിക്കണം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞുകൊണ്ടാ പോയത്. അന്ന് വെള്ളിയാഴ്ച ദിവസം ഇല്ലയോ, ആ തിരക്ക് കുറവായിരിക്കും അതുകൊണ്ട് വലിയ നേരത്തെ പോയത്. ഭയങ്കര തിരക്ക്. ഇത്ര തിരക്ക് വെള്ളിയാഴ്ച ദിവസം ഇത്ര തിരക്ക് വരത്തില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാ ശനിയാഴ്ചയാണെന്ന് മനസ്സിലായത്. ഭയങ്കര തിരക്ക്. മെട്രോയില് തിരക്ക്, മോളില് തിരക്ക്, തിരക്കോട് തിരക്ക്. പിന്നെ അവിടെ നമ്മൾ ഇച്ചിരി ക്രിസ്മസ് ഡെക്കോർ 1-2 സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ പോത്തീസിലോട്ട് പോയി. പോത്തീസിലുണ്ടായിരുന്നു. പോത്തീസിൽ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലൊക്കെ തുള്ളിച്ചാടാൻ വേണ്ടി പോയപ്പോഴാണ് നോക്കിയപ്പോൾ ലാസ്റ്റ് പീസാ. ബോക്സ് പീസ് തീർന്നു. ആ ഡിസ്പ്ലേ വെച്ച പീസാണ്. ഡിസ്പ്ലേ വെച്ച് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കും. വെറുതെ എന്തിനാ ഡിസ്പ്ലേ വെച്ച് പീസ് എടുത്തോണ്ടായിരുന്നു. ബോക്സ് പീസ് തന്നെ മേടിക്കണ്ടേ ഒരു ഭാഷയ്ക്ക്. അവിടുന്ന് അത് വേണ്ടാന്ന് പറഞ്ഞോണ്ട് വന്നത്. ആദ്യം മേടിച്ച് മണ്ടത്തരായി പോയെന്ന്. പിന്നെ വേണ്ടാന്ന് പറഞ്ഞോണ്ടെങ്കിൽ ഇറങ്ങി വന്ന് അവിടെ നോക്കിയപ്പോൾ അവിടെ അടുത്ത് ഒരു പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഉണ്ടായിരുന്നു. അവിടോട്ട് പോയി. അതൊന്നുമല്ല, ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ആ ഫ്രണ്ടിലെ ഡെക്കോർ എൻ്റെ കിളി പോയി. സൂപ്പറായിരുന്നു. ഒരു വലിയൊരു ക്രിസ്മസ് പാപ്പ, മോഹം തലയ്ക്കകത്തോട് നമ്മൾ കയറിപ്പോ. അത് ഭയങ്കര കോമഡിയായിരുന്നു. നല്ല രസമായിരുന്നു അത്. പക്ഷെ എനിക്ക് പിന്നെ ഒരു 2 ഓയിൽ ഡിസ്പെൻസർ മേടിക്കാനുണ്ടായിരുന്നു. വെജിറ്റബിൾ ഓയിലും പിന്നെ മറ്റേ എന്തായിരുന്നു ശുദ്ധമായ വെളിച്ചെണ്ണയും ഇടാൻ വേണ്ടി. കടയിൽ നിന്ന് മേടിക്കുന്ന പന്ന വെളിച്ചെണ്ണ ഇടാൻ വേണ്ടിയുള്ള സാധനം എൻ്റെ ഉണ്ട്. ഇത് പിന്നെ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടി ഇതിന്റെ പച്ച കളർ മേടിച്ച്, വീട്ടിലാട്ടിയ വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടി, പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാൻ വേണ്ടി ഇതിന്റെ ഒരു മഞ്ഞ കളറും മേടിച്ചു. അങ്ങനെ അത് കിട്ടി. മറ്റേതും ഇത് ഡ്യൂറസ്റ്റോൺ ഉണ്ടായിരുന്നു, പക്ഷെ ബോക്സ് പീസ് ഇല്ലാത്ത കാരണം അവിടെ നിന്ന് എടുത്തില്ല. അപ്പൊ തൊട്ടടുത്ത് നോക്കിയപ്പോൾ ഒരു പ്രസ്റ്റീജിന്റെ എക്സ്ക്ലൂസീവ് ഉണ്ട്. എനിക്ക് പിന്നെ അവിടെ പോയി മേടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പോയപ്പോൾ ഭയങ്കര തിരക്ക്. അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോയാൽ അങ്ങോട്ട് 5 മിനിറ്റ് അവർ കാണിക്കുന്നുള്ളൂ. പക്ഷെ വണ്ടി പോകുമ്പോൾ 10-15 മിനിറ്റ് എടുത്ത് അവിടെ ഇവിടെ വരെ വരാൻ. ഒരു അര കിലോമീറ്റർ അങ്ങോട്ടേ ഉള്ളായിരുന്നു. പിന്നെ ആ ഓട്ടോയ്ക്കകത്തിരുന്ന് പാട്ടും പാടിയൊക്കെ ഇരുന്നങ്ങ് പോയി. വീക്കെൻഡ് ഒക്കെ ഇല്ലേ, അതാ ഇത്ര തിരക്ക്. എന്നിട്ട് പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ചെന്നപ്പോഴും അവിടെയും ഈ സാധനം ഇല്ല. എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വന്നിട്ട് ഈ ഡിസൈനുള്ള സാധനം. അവിടെ ഡ്യൂറസ്റ്റോൺ ഉണ്ട്, പക്ഷെ ഈ ഡിസൈൻ അല്ല, പ്ലെയിൻ വരും. അത് ഒരുമാതിരി ഇരിക്കുന്നു. അത് കാരണം അത് മേടിച്ചില്ല. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആ തിരക്കിനകത്തൂടെ വന്നതിൻ്റെ ഒരു
വിചാരിച്ചു ഷോ പോത്തീസ് നിങ്ങൾ മേടിക്കണ്ടായിരുന്നു, മണ്ടത്തരമായി പോയല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ അടുത്ത് രഘുപുരത്തുള്ള പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവിൽ വിളിച്ചു വെച്ചു. പിന്നെ അവിടെ വരെ ഇനി പോയി നോക്കിയിട്ടില്ലെങ്കിലോ അതുകൊണ്ടൊന്ന് വിളിച്ചു വെച്ചപ്പം അവിടെയും ഈ സാധനം ഇതില്ല, മറ്റേ ആ പ്ലെയിൻ വരുന്ന സാധനമുണ്ട്, ഇതില്ല. ഇത് ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ്, ഇതിന്റെ ഷേപ്പ് ഉണ്ട്, ഇതിന്റെ ഷേപ്പ് ഒരു നല്ല ഷേപ്പ് ഇല്ലയോ? അകത്ത് ഫ്ലാറ്റ് വന്നിട്ട് ഇങ്ങനത്തെ ഷേപ്പ്, എന്നിട്ട് ഇതേപോലത്തെ കർവ് ഡിസൈൻ, കർവ് അല്ലല്ലോ ഈ ഒരു ലൈൻ ഡിസൈൻ ഉണ്ട്. പക്ഷെ അങ്ങനത്തെ ഡിസൈൻ ഒന്നുമില്ല, ഒരു നമ്മൾ നോർമൽ കടായിട്ട് കൂട്ടിരിക്കും അത്രയുള്ളൂ. അകത്ത് ഡ്യൂറോസ്റ്റോ ആണ് വരുന്നത്, ഇച്ചിരി ഉരുണ്ട ആ സംഭവമാണ്. പക്ഷെ എനിക്ക് ഈ ഡിസൈൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ സാധനം മേടിക്കുന്നത്. ഇതിന്റെ ചെറുതുണ്ടായിരുന്നു, മറ്റേ പോത്തീസിലും ഇതിന്റെ ചെറുതുണ്ടായിരുന്നു. ഇത് മാത്രം ഒറ്റ പീസ്, ആ ഡിസ്പ്ലേ പീസ് മാത്രമേ ഉള്ളായിരുന്നു. ചെറുതിന്റെ പ്രശ്നം, ചെറുത് മേടിക്കാൻ വരുന്ന ഡൗട്ട് ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ ചെറുത് നമുക്ക് 1 കിലോ ഒരു മീനൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി വലിപ്പം, അത്യാവശ്യം വലിപ്പം വേണ്ടായോ? വലിപ്പം ഇല്ലാത്തതുകൊണ്ടല്ലേ ഇപ്പൊ മേടിക്കാൻ പോയത്. അപ്പൊ ചെറുതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോഴാണ് സത്യം പറഞ്ഞ വിഷമമായത്. ഷോ മറ്റേടുത്ത് മണ്ടത്തില് തിരിച്ചങ്ങ് പോയാലോ, പോയിട്ട് അവിടെ നിന്ന് എടുത്തോണ്ട് വന്നാലാ, ഇനിയും കിടന്ന് അലയിൽ നിന്ന് ഇത്ര സമയം. അപ്പോഴത്തേക്ക് 6 മണി കണ്ടേ, ഇവിടുന്ന് 2 മണിക്കാണ്ട് ഇറങ്ങിയതാ. 2 മണിക്ക് കഴിക്കുന്ന 2 മണിക്കല്ല 12 മണി കഴിഞ്ഞ സമയത്ത് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി പോയ സമയത്ത് എനിക്ക് പിന്നെ സാധനം മേടിച്ചോണ്ട് വന്നിട്ട് ആ പാത്രം തികയത്തില്ലെന്ന് തോന്നി. എങ്കിൽ പാത്രം മേടിച്ചോണ്ട് വന്നിട്ട് ഉണ്ടാക്കാന്ന് മേടിച്ചോണ്ട് ഇറങ്ങിയത്. അവിടെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് 6 മണിയായി. അപ്പോഴത്തേക്കും പിന്നെ മണ്ടത്തര പോത്തീസ് തന്നെ പോയി മേടിക്കാന്നൊക്കെ വിചാരിച്ചു. പ്രസ്റ്റീജ് അവിടെ നിന്ന് അങ്ങോട്ട് ഊബറും കിട്ടുന്നില്ല, ഓട്ടോയും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. ലാസ്റ്റ് പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങനെ പിന്നെ വീണ്ടും പോത്തീസ് തിരിച്ചങ്ങടുത്ത് വീട്ടിലങ്ങ് പോകാന്ന് വിചാരിച്ചു. പിന്നെ ലാസ്റ്റ് ചോദിച്ചു എന്തായാലും ഇവിടം വരെ എത്തിയില്ലേ, എന്തായാലും നനഞ്ഞ് ഇനി കുളിച്ചു തരാന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് എന്തായാലും സെൻട്രൽ സ്ക്വയർ മാളിൽ പോയി നോക്കാം. എന്നിട്ട് അവിടെ വേറൊരു അടുക്കള, ഒരു പ്രസ്റ്റീജും പ്രീതി എല്ലാം കൂടെ ഉള്ളൊരു കിട്ടുന്നൊരു കടയുണ്ട്, അവിടെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് സ്മാർട്ട് ബസാറാണത്, എന്തുവല്ല ഇറങ്ങിയില്ലയോ. ലാസ്റ്റ് നോക്കിയിട്ട് തന്നെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നു. എന്തുവാ അത് കഴിഞ്ഞ് ഇനി ഇതൊക്കെ ഇട്ട പറയാം ബാക്കി കളർ. ഇത് ആവശ്യത്തിന് വഴണ്ടല്ലോ അല്ലേ, ഇച്ചിരി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഒന്ന് വഴണം. ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാം, കുറച്ചൊരു 1/4 സ്പൂൺ. കാരണം ഞാൻ കൂടുതലിടാത്തത് നമ്മുടെ മീന് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഫിഷ് മസാല ഇട്ടാന്ന് പേരട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നത്. അപ്പം എല്ലാം മഞ്ഞപ്പൊടി ആകുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ആയിപ്പോകും. ഇത് തന്നെ ഇടേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെയും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഇട്ടത് മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ ഇടാം. 3 സ്പൂൺ വെച്ചാൽ 3 ടേബിൾ സ്പൂൺ. ഇത് ടീസ്പൂൺ ആയത് കാരണം ഞാൻ 3x3 എത്രയാടോ, അല്ല 3x3 3 ടീസ്പൂൺ ആണ് 1 ടേബിൾ സ്പൂൺ. ഇതൊക്കെ കട്ട് ചെയ്യണം, ഇതൊക്കെ ഇടണമെന്ന് ഇയാളോട് പറഞ്ഞോ? അല്ലല്ലോ, ഞാൻ ഇയാളോട് ചോദിച്ച ഇപ്പം മിണ്ടായിരിക്കും. 3 1 സ്പൂണായി. 1 2 3 2 ടീസ്പൂൺ. ഇനി 3 പോടാ പട്ടി. 2 3 അപ്പം 3 3 6 7 9 ടീസ്പൂൺ. 9 ടീസ്പൂൺ അല്ല, 3 ടേബിൾ സ്പൂൺ. 3 ടേബിൾ സ്പൂൺ ആണ് 1 ടീസ്പൂൺ. 3 ടീസ്പൂൺ ചെയ്യുമ്പോഴാണ് 1 ടേബിൾ സ്പൂൺ ആവുന്നത്. എനിക്ക് കണക്കൊക്കെ അറിയാം കേട്ടോ. ഇന്ന് ഇന്നലെ മീൻകറി വെക്കാൻ തുടങ്ങിയത്, പണ്ട് പോലെ വെക്കുന്നത് എല്ലാം ഫ്ലോപ്പായി പോകുന്ന എൻ്റെ കുഴപ്പമില്ല. പക്ഷെ ഞാൻ വെക്കുന്ന മീൻകറി എപ്പോഴും ഫ്ലോപ്പ് ആവും, എന്താണെന്നറിയത്തില്ല. 1 ഇതൊരു 2.5 സ്പൂൺ ഇട്ടാൽ മതി. 2.5 എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് മൂക്കണം. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂക്കണം. എനിക്ക് മൂക്കുന്നത് എപ്പോഴാണെന്ന് മനസ്സിലാകത്തില്ല. അപ്പം ഞാനിങ്ങനെ മണപ്പിക്കുമ്പം എനിക്ക് തുമ്മൽ വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം മൂത്ത്. ഞാൻ അങ്ങനെയാണ് മൂത്തോ ഇല്ലെന്ന് കണ്ടുപിടിക്കുന്നത്. അതിനകത്തോട്ട് തുമ്മത്തില്ല, അങ്ങ് മാറിക്കും. തുമ്മൽ വരുത്തതേ ഉള്ളൂ, ഞാൻ തുമ്മാറില്ല. ഈ മസാല കുറഞ്ഞു പോയെന്ന് പറയരുത്. 1 സ്പൂൺ ഇട്ടാൽ ഇപ്പോൾ 1 ടേബിൾ സ്പൂണാണ്. അതിനകത്ത് 1 സ്പൂൺ ഇട്ടുള്ളായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ 2 സ്പൂൺ ഇടുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ ആകത്തില്ലേ? നോക്കുന്നില്ലല്ലോ. എന്തായാലും സെൻട്രൽ സ്ക്വയർ മാളിൽ പോകാൻ തീരുമാനിച്ചു. അവിടെ പോയിട്ട് അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റേ വേറൊരു പ്രസ്റ്റീജിന്റെ കട സെൻട്രൽ സ്ക്വയർ മാളിന്റെ അടുത്ത് തന്നെ ഇങ്ങോട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്കുണ്ട്. അപ്പൊ അവിടെയും കൂടെ കയറി, അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും പോത്തീസ് പോയി മേടിക്കാം. എന്തുവല്ല ഇറങ്ങി. വലിയ പ്രതീക്ഷ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ പോയത്. ഇവിടെ കാണത്തില്ലെന്നാ വിചാരിച്ചേ. എപ്പോഴും നേരത്തേക്ക് പോയപ്പോൾ അവിടെ കണ്ടപോലെ ചെറിയൊരു ഓർമ്മ, പക്ഷെ അങ്ങോട്ട് അത്രയ്ക്ക് ഉറപ്പില്ല. ഒരു ഉണ്ടോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്നു. അത് 1 പീസ് ഒന്നുമില്ല, ഒരു 4 പീസ് പൊട്ടിക്കാത്ത ബോക്സ് പീസ് അവിടെ ഇരിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. ബോക്സ് പീസ് അതിനകത്ത് കിട്ടിയ, അതിനകത്ത് ആദ്യം കിട്ടി ഓമനയാണ് ഇത്.
എന്നാ മൂക്കത്തെ ചെറുതായിട്ട് തുമ്മൽ വരുന്നില്ലയോ? മൂത്താണ് ഇല്ലേ? കുന്തം. ക്യാമറമാൻ ഒരു സഹകരണം ഇല്ലാത്ത ആളാ. ഇത് ഇന്ന് മേടിച്ചതാ. അങ്ങനെ ലാസ്റ്റ് സെൻട്രൽ സ്ക്വയർ മാളിൽ നിന്ന് കടായി കിട്ടി. ആ കടയിലാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് കിട്ടിയപ്പോൾ സന്തോഷം. അതാണ് പറയുന്നത്, നമ്മളൊരു എയിം, ഞാൻ ഇതിനകത്ത് എയിം വെച്ച് എനിക്ക് പുത്തൻ ബോക്സ് പീസ് വേണം. അത് ഇടയ്ക്ക് വെച്ച് നമ്മൾ അതിനെക്കാട്ടി ചെറിയ ബോക്സ് പീസ് അല്ലാത്ത ഡിസ്പ്ലേ പീസ് തന്നെ നമ്മൾ അതിനകത്ത് വീഴരുത്. ബോക്സ് പീസ് കൊണ്ടേ വരാവൂ. ഇച്ചിരി കൂടെ മേനക്കെട്ട് കൂടുതലൊന്നും ചെയ്തില്ല. ജസ്റ്റ് വേറെ കടയിൽ കയറിയപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ബോക്സ് പീസ് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ എനിക്ക് പിന്നെ മതി എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പോത്തീസ് ഇപ്പോൾ എടുത്താൽ പിന്നെ ഇത് കാണും എന്ത് വിഷമം വരും. ബോക്സ് പീസ് കിട്ടിയില്ലല്ലോ, ഡിസ്പ്ലേ എടുത്തിട്ട് വരണമെന്നല്ലോ. പുളിയും കൂടി ഇടാനോ? പുളി നോക്കിയിട്ട് ഇടാൻ വേണോ? അല്ലെങ്കിൽ പുളിവെള്ളം ഇടാതെ പുളി മാത്രം ഇട്ടാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ആദ്യമായിട്ടേ ഈ ഡൂറാസ്റ്റോൺ എന്തിനാണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോഴേ അതിന് ടേസ്റ്റ് കാണത്തില്ല. അങ്ങനെ കുറേ ആയിട്ട് ഉണ്ടായി കഴിയുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ട് ഇന്നത്തേനും വലിയ ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കട്ടെ. അങ്ങനെ നടന്ന് ലാസ്റ്റ് സാധനം കിട്ടി. എന്നിട്ട് അവിടെ നിറയെ കഴിഞ്ഞപ്പോൾ ദേണ്ടേ 2 കൂപ്പൺ കിട്ടി. കണ്ട, ലക്കി ഡ്രോ. ഒരു എന്തുവാ സിനിപോളിസിൽ മൂവി ടിക്കറ്റും കിട്ടി. എന്തെങ്കിലും പോയാണ്ട് നഷ്ടം ഉണ്ടായില്ല. ഫസ്റ്റ് പ്രൈസ് സ്കൂട്ടറാണെന്ന് തോന്നുന്നു. സെക്കൻഡ് പ്രൈസ് LED TV 42 ഇഞ്ച് 52 ഇഞ്ച്. പിന്നെ വീക്ക്ലി ഗോൾഡ് വോച്ചേഴ്സ് ഉണ്ട് 15K എവരി 10 ഡേയ്സിൽ ഹോളിഡേ വോച്ചർ 25K ക്ലബ് മഹേന്ദ്രയുടെ, മറ്റേത് സുബി ഗോൾഡോ എന്ത് ഗോൾഡ്. പിന്നെ ഡെയിലി ഷോപ്പിംഗ് വോച്ചേഴ്സ് ഉണ്ട് സെൻട്രൽ സ്ക്വയർ മാൾ. ഇങ്ങനെയൊക്കെയാ പറയുന്നത്. എല്ലാം കിട്ടിയാൽ കൊള്ളായിരുന്നു. തിളയ്ക്കുന്നു തിളയ്ക്കുന്നു. ഉദിച്ചപ്പോ ഉപ്പ് കുറവാന്ന് തോന്നുന്നു. 1 സ്പൂൺ ഉപ്പ് ഇടാം അല്ലേ? കാരണം എന്തേലും പിടിക്കണ്ടായോ? ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി പോയതാ. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ലാസ്റ്റ് ഇപ്പൊ രാത്രിയിലത്തെ ഡിന്നറിന് വേണ്ടി മീൻകറി ഉണ്ടാക്കേണ്ട അവസ്ഥ. സത്യം പറഞ്ഞ ചട്ടിയായിരുന്നു. ചട്ടി വെച്ചോണ്ടിരുന്ന് ചട്ടി ഇങ്ങ് പൊട്ടിപ്പോയി. ആ ചട്ടി കാണിച്ചു തരാം. ദേ ഈ ചട്ടിയിലായിരുന്നു മീൻകറി വെച്ചോണ്ടിരുന്നത്. ഒരു ദിവസം മീൻകറി വെക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചപ്പം ചട്ടിക്കകത്തോട് തീ കയറുന്നു. ഇനി അതോട്ട് മീനിടാം. ഇതിനെല്ലാം കൂടി ക്യാമറമാന് ഒരു കട്ടൻ. ഇങ്ങനെ പിടിക്കുക ക്യാമറമാനെ. രാവിലെ ഉച്ചയ്ക്ക് 12 മണിക്ക് വെക്കാൻ തുടങ്ങിയ മീൻകറി വൈകിട്ട് രാത്രി 11 മണിയാകുമ്പോൾ കഴിഞ്ഞു. രാത്രി 11 മണി. മീൻ നാളെ ഉച്ചയ്ക്ക് കഴിക്കാറുള്ളത്. മീൻകറി ഇരിക്കുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. ടേസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് നാളെ ഉച്ചയ്ക്ക് കഴിക്കാം. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ ബൈ, സീ യു.